സോറി ഫോർ ദ ഡിലേ ഗൈസ്. ഞാൻ ഇന്നലെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് കളി കാണാൻ പോയതുകൊണ്ടാണ് റിവ്യൂ ഇടാൻ വൈകിയത്. വലതുവശത്തെ കളൻ, റിട്ടൺ ബൈ ഡിനു തോമസ്, ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഓവർ സിനിമാസ്, ഷാജി നടേശൻ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയി. സിനിമാറ്റോഗ്രഫി ബൈ സതീഷ് കുറുപ്പ്, എഡിറ്റഡ് ബൈ VS വിനായക്, മ്യൂസിക് ബൈ വിഷ്ണു ശ്യാം. അപ്പോൾ പടത്തിന് നല്ലൊരു അടിപൊളി പ്ലോട്ടാണുള്ളത്. പക്ഷേ എക്സിക്യൂഷൻ പാളിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ജിത്തു ജോസഫിൻ്റെ പഴയ ഇതിനു മുമ്പ് ഇറങ്ങിയ പടങ്ങൾ പോലെ തന്നെ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആണ് പടത്തിനുള്ളത്. പടം ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണെങ്കിലും ഒരു പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റിലാണ് ഈ പടം പോകുന്നത്. പടത്തിൽ എടുത്തു പറയേണ്ടത് ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ്. ഒന്ന് ബിജു മേനോൻ, രണ്ട് ജോജു ജോർജ്. ജോജു ജോർജിന് റോള് ബിജു മേനോനേക്കാളും താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ജോജു ജോർജ് പുള്ളിയുടെ പാർട്ട് ഒരു കേക്ക് വോക്ക് പോലെ, അതായത് ജോസഫിലെ ആ ക്യാരക്ടറിൻ്റെ ഒരു സിമിലാരിറ്റി പോലെയാണ് ഇതിനകത്തുള്ളത്. സോ പുള്ളി അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ അടിപൊളിയായിട്ട് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും അടിപൊളി ക്യാരക്ടർ ബിജു മേനോൻ. കാരണം ബിജു മേനോൻ ത്രൂവിലാണ് ഈ പടം പോകുന്നത് തന്നെ. സോ ഈ പുള്ളിയുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സീനുണ്ട്, അത് ഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇർഷാദിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇർഷാദും ലിയോണ ലിഷോയുമാണ് ബിജു മേനോൻ്റെ കൂടെ ത്രൂ ഔട്ട് ഇൻവെസ്റ്റിഗേഷന് കൂടെ ഉള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കണ്ടവർക്കറിയാം, ബാഡ് പേരൻറ്റിങ് ആണ് അവർ തീമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാണിച്ചിരിക്കുന്ന രീതി സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല മികച്ചതായിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട പോലെ പ്രഡിക്റ്റബിൾ ആണ്. ഈവൻ ദോ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറികൾ. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു, പലർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എന്നാലും ഫസ്റ്റ് ഹാഫ് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് നല്ലതാണ്. മേക്കിംഗ് പുള്ളിയുടെ സ്ഥിരം രീതിയിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മിറാഷ് പോലെ പുള്ളിയുടെ സീരിയൽ ലെവൽ മേക്കിംഗ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, പുള്ളിയുടെ എഡിറ്ററെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനും നല്ലപോലെ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടിയ 2.25 മണിക്കൂറുള്ള ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലെങ്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 1.25 മണിക്കൂർ തന്നെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആയതുകൊണ്ടും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയതുകൊണ്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. സോ പടം ഒരു ഇച്ചിരൂടെ നല്ലപോലെ മേക്ക് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായി തോന്നിയേനെ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് ബിജു മേനോൻ്റെ മകനായിട്ട് അഭിനയിച്ച പയ്യൻ്റെ ക്യാരക്ടറാണ്. അത് നമ്മുടെ ആടുജീവിതത്തിൽ അഭിനയിച്ച പയ്യനാണ്. പുള്ളിക്ക് ഇച്ചിരൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. മിറാഷ് കണ്ടവർക്കറിയാം ഒരു ലെവൽ ഓഫ് മേക്കിംഗ് എങ്ങനെയായിരുന്നു. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ പടത്തിലും ചെയ്തിരിക്കുന്നത്. സോ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോൾ ദൃശ്യം 3 റിലീസ് ചെയ്യാൻ പോവുകയാണ് April 2-ന്. അപ്പോൾ അതിൻ്റെ ഗതി എന്താവും എന്നറിയില്ല. എന്നാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നല്ലൊരു പടം, ജിത്തു ജോസഫിൻ്റെ ഒരു കംപ്ലീറ്റ് മെമ്മറീസ്, ദൃശ്യം 2 പോലെ, നേര് പോലെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലീൻ ഹിറ്റ് നേരാണ്. അപ്പോൾ അതുപോലെ ഒരു നല്ല പടം കിട്ടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സോ ഞാൻ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.5/5.